ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇപ്പോഴും വൃശ്ചിക മാസമാണ്. അയ്യപ്പൻ്റെ ശരണം വിളികളും ഭക്തിഗാനങ്ങളും കഞ്ഞിസദ്യയും അങ്ങനെ പല പല പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. നമുക്കിവിടെ ഭജനമഠമുണ്ട്. വൃശ്ചിക മാസമായിട്ട് ഭജനമഠമുണ്ട്. അപ്പോഴവിടെ നല്ല കഞ്ഞിസദ്യകളും വിളക്കുകളും അയ്യപ്പൻ്റെ എല്ലാ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ നാട്ടുകാർ, നമ്മുടെ പിള്ളേരന്മാരും നമ്മുടെ നാട്ടുകാർ സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ പോകട്ടെ. അതുപോലെ ഇന്ന് ഞാനൊരു കുഞ്ഞൊരു വീഡിയോ ആണ് എടുക്കുന്നത്. നെയ്ച്ചാളയ്ക്കാണ് ഞാൻ പോയത്, പക്ഷെ അത് കിട്ടിയില്ല കൂട്ടുകാരെ. അപ്പോൾ അതിന് പകരം കിട്ടിയിരിക്കുന്നത് മത്തിച്ചാളയാണ്. അത് ഇവിടെ മത്തിച്ചാള എന്നാണ് പറയുന്നത്, എല്ലാ സ്ഥലത്തും എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഈ മത്തിച്ചാള കൊണ്ട് നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം. ഒരു കുഞ്ഞ് ഒരു വീഡിയോ ആണ്. വാ, നമുക്കതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിച്ചാള ഇത് വെക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ഇടയാണ്. ചാള ഇട്ടു. ഇനി നമുക്കതിലേക്ക് വേണ്ടത് തക്കാളി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ചെറിയ പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായത് കുറച്ച് ഉപ്പാണ്, അത് ആവശ്യത്തിന്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. ഇത് കാശ്മീരി അല്ല, സാദാ മുളകാണ്. ഇനി വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി, അതൊത്തിരി മതി. ഇനി ആവശ്യമായത് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉലുവാപ്പൊടി, ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി അത് നന്നായി ഒന്ന് പുരട്ടാം. നല്ല പച്ച വെളിച്ചെണ്ണയുടെ നല്ല മണം. ഇതിൽ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പുളി ചേർക്കുന്നതല്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഇതിൽ ഇതുവരെയും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ശകലം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേറൊരു അടപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ അടയ്ക്കാം. പക്ഷേ അങ്ങനെ അടച്ചത് കൊണ്ട് നല്ല ആവി കിട്ടി ഇത് വേഗത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ പ്ലേറ്റാണ് ഞാൻ അതിൽ ഞെരുക്കി അടച്ചു. ഇനി ഞാൻ അതിലേക്ക് ഒരു വെയിറ്റ് കൊടുക്കുകയാണ്. വെയിറ്റ് വെച്ചു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് നല്ല ചൂടായതിനു ശേഷം നമുക്കതൊന്ന് ചെറിയ ചൂടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു നല്ല ചൂട് വരട്ടെ.
നന്നായി ഒന്ന് ആവി കയറി നല്ലൊരു ആവി വന്നതിന് ശേഷം നമുക്കത് ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ആവി വന്നിട്ടുണ്ട്, നന്നായി തിളച്ച് കാണും. അപ്പോൾ ഈ വെയിറ്റ് ഞാനൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ പ്ലേറ്റ് കമത്തി വെച്ച പ്ലേറ്റിന് എടുത്ത് മാറ്റാം. ഇനി അത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മറ്റൊരു സൈഡ് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നുകൂടി അടച്ച് വയ്ക്കാം, വീണ്ടും വെയിറ്റ് വയ്ക്കാം. ഇനി ഒന്ന് ഗ്യാസ് കുറച്ച് വയ്ക്കാം. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും വായോ, ഞാനിത് അടപ്പ് തുറന്ന് മാറ്റിയാണ്. നമുക്കിത് എന്തായെന്ന് നോക്കാം. അടിപൊളി മണം വരുന്നുണ്ട്, നല്ല ഒരു മണം വരുന്നുണ്ട്, നന്നായി പരുവമായിരിക്കുകയാണ്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനാവശ്യമായ കപ്പ ഞാൻ വെക്കുന്നുണ്ട്, കപ്പ പുഴുങ്ങിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ചെയ്യണം കേട്ടോ. ഞാൻ നെയ്ച്ചാളയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോയത്, പക്ഷേ നെയ്ച്ചാള വാങ്ങാനാണ് ഞാൻ പോയത്, പക്ഷെ നെയ്ച്ചാള കിട്ടിയിട്ടില്ല, പകരം മത്തിച്ചാള കിട്ടി. അത് ഞാൻ നന്നായിട്ട് അതൊരു കുഞ്ഞ് കറി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കപ്പ പുഴുങ്ങിയതും നെയ്ച്ചാളയും പിന്നെ മത്തിച്ചാളയുമായിട്ട് നമുക്ക് വരാം. ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവരും വായോ. അപ്പോൾ ഞാനിന്ന് കപ്പ പുഴുങ്ങി മത്തിച്ചാള പിന്നെ മുരിച്ചെടുത്തു. അപ്പോഴത് കപ്പക്കാരെന്നെ പറ്റിച്ചു. ചീനി കപ്പ പുഴുങ്ങാൻ നല്ല സൂപ്പർ കപ്പയാണെന്ന് പറഞ്ഞ് ഞാനത് നോക്കിയാൽ തൊലിയൊക്കെ ഇളക്കി നല്ല സൂപ്പറില്ല, അടുപ്പിലങ്ങോട്ട് വെച്ചാൽ അപ്പോഴേ ഇല്ല, കുഴഞ്ഞു പോകുന്ന പരുവത്തിലുള്ള കപ്പയാണെന്ന് ഞാൻ കരുതി ഞാൻ വാങ്ങിയതാണ്. പക്ഷെ അവരെന്നെ പറ്റിച്ച്, വെന്തിട്ടില്ല, നോക്ക് വെന്തിട്ടില്ല. അപ്പോൾ ഇടിച്ച് തകർത്ത് അതിനെ ഞാൻ ഒരു പരുവമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ പുഴുങ്ങിയതാണ്, കപ്പ പുഴുങ്ങിയതും. എല്ലാവരും പോയോ, നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ മത്തിച്ചാള ഞാൻ മുരിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന് പുളി ചേർത്തിട്ടില്ല. വലിയ രണ്ട് തക്കാളിക്കാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, 2 വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പുളി ഇതിനകത്തുണ്ട്, ആ പുളിയുടെ ആവശ്യമേ ഇതിലുള്ളൂ, നല്ല പുളിയുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത് ആണ്. നമുക്ക് നോക്കാം. ഞാൻ തന്നെ കുടിച്ചിറക്കി കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. ഞാനിപ്പോഴത് മസാല മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് അതിൻ്റെ മാംസം മീനും കൂടെ അതിലേക്ക് വയ്ക്കാം. വെച്ച് നമുക്ക് എല്ലാവരും കൂടെ ഇത് കഴിക്കാം. വാ, ഒന്നും പറയാനില്ല, അടിപൊളിയെന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഒരു വീഡിയോയിലും ഞാൻ വെറുതെ പറഞ്ഞിട്ടില്ല. എനിക്കത് ടേസ്റ്റും കാര്യങ്ങളും ഉള്ള പിന്നെ ഭക്ഷണ രീതികളാണ്, ഭക്ഷണ സാധനങ്ങളാണ് ഞാൻ നന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കഴിക്കാൻ നോക്കുക. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനിത് വെറുതെ ചുമ്മാ ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നില്ല. അടിപൊളി, എല്ലാവർക്കും ഇത് വെച്ച് നോക്കാം, വെച്ച് കഴിച്ച് നോക്കാം. നെയ്ച്ചാളയാണ് നമുക്കിതിനെക്കാട്ടി കൂടുതലായിട്ട് ടേസ്റ്റ്, കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത് നെയ്ച്ചാളയ്ക്കാണ്. എന്നാലും മത്തിച്ചാള കുഴപ്പമൊന്നുമില്ല, നല്ല നെയ്യുള്ള ചാളയാണ്, നല്ല നാടൻ ചാളയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. വായോ. സൂപ്പറായിട്ടുണ്ട്. 4 മണിക്കോ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി സെറ്റ് സാധനമാണിത്. ഇതുപോലെ തന്നെ വെച്ച് എല്ലാവരും കഴിക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.